കേരളത്തിലെ വിശ്വാസികളെല്ലാം തന്നെ ഷാബാൻ 29-ന് മാസപ്പിറവി കാത്തു നിൽക്കുകയാണ്. ഇന്നത്തെ സൂര്യാസ്തമയത്തിന് ശേഷം ചന്ദ്രൻ എത്ര സമയം ഉണ്ടാകും എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചന്ദ്രപ്പിറവി കാണാനുള്ള അല്ലെങ്കിൽ ഈ റമദാൻ പിറ കാണാനുള്ള സമയമുണ്ടാവുക. കേരളത്തിലെ പ്രധാനപ്പെട്ട 3 നഗരങ്ങളെ എടുത്തുകൊണ്ട് നമുക്ക് എത്രത്തോളം സാധ്യതയുണ്ട് നാളെ റമദാൻ ഒന്നാകാൻ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട് സൂര്യാസ്തമയം 6:37-നാണ്. 6:37-ന് കോഴിക്കോട് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം എത്ര സമയം ചക്രവാളത്തിൽ ചന്ദ്രൻ ഉണ്ടാകും എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കോഴിക്കോട് മാസപ്പിറവി കാണാനുള്ള ഒരു സാധ്യത. കഴിഞ്ഞ വർഷങ്ങളെല്ലാം അപേക്ഷിച്ച് ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ മാസപ്പിറവി കാണാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറയാനുള്ളൊരു കാരണം ഇതാണ്. 37-ന് സൂര്യാസ്തമയം സംഭവിച്ചിട്ട് 7:42 വരെ ചന്ദ്രൻ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കാണാനുള്ളൊരു സാധ്യത 65 മിനിറ്റ് ഉണ്ട്. 1 മണിക്കൂറും 5 മിനിറ്റ് സമയവും കോഴിക്കോടെ സംബന്ധിച്ചിടത്തോളം മാസപ്പിറവി കാണാനുള്ള സമയമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സാധ്യത ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടാകാം, ചന്ദ്രൻ്റെ പിറവി എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ ചന്ദ്രാസ്തമയമാണോ, ചന്ദ്രൻ്റെ പിറവിയല്ലേ എന്നുള്ള സ്വാഭാവികമായ സംശയങ്ങൾ ഉണ്ടാകാം. അതല്ല, യഥാർത്ഥത്തിൽ സൂര്യനെ പോലെ തന്നെ സമയത്ത് ചന്ദ്രൻ ഉദിക്കുന്നുണ്ട്. അത് അസ്തമിക്കാനുള്ളൊരു സമയമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചാൽ മാസപ്പിറവി ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം. സാധാരണ ദിവസങ്ങളിൽ ഷാബാൻ 29-നോ അല്ലെങ്കിൽ റമദാൻ 29-നോ എല്ലാം മാസങ്ങൾ കാണാതിരിക്കുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒന്നിരിക്കൽ സൂര്യൻ അസ്തമിച്ചതിൻ്റെ മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചിട്ട് 1, 2, 3 മിനിറ്റുകൾ മാത്രമാകുമ്പോൾ ഈ ചന്ദ്രപ്പിറവി കാണാനുള്ള സാധ്യത കുറയുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം നോക്കുക, 1 മണിക്കൂർ 5 മിനിറ്റ് സമയം ഇന്ന് കോഴിക്കോട് ഈ ചന്ദ്രനെ കാണാനുള്ള സമയമുണ്ട്, വിശാലമായ സമയമുണ്ട്. ഇനി കൊച്ചിയിലേക്ക് പോവുകയാണെങ്കിൽ കൊച്ചിയിലും അതേ സമയം തന്നെയാണുള്ളത്. സൂര്യാസ്തമയം കോഴിക്കോട് മുമ്പ് കൊച്ചിയിൽ സംഭവിക്കും. 6:35-ന് ഇനി മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 6:35-ന് കൊച്ചിയിൽ സൂര്യൻ അസ്തമിക്കും. ചന്ദ്രാസ്തമയം 7:40-നാണ്. അവിടെയും കൊച്ചിയിലും ഉള്ള സമയം 1 മണിക്കൂർ 5 മിനിറ്റ് തന്നെയാണ്. അപ്പോൾ വിശാലമായൊരു സമയം കൊച്ചിയിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് കൊച്ചിയിലും ഇന്ന് മാസപ്പിറവി കാണാനുള്ളൊരു സാധ്യത തെളിയുന്നുണ്ട്. മറ്റൊന്ന് തലസ്ഥാനമായ തിരുവനന്തപുരത്താണ്. സൂര്യാസ്തമയം 6:33-ന് സംഭവിക്കും തിരുവനന്തപുരത്ത്. ചന്ദ്രാസ്തമയം 7:37. അവിടെയും 64 മിനിറ്റ് സമയം തിരുവനന്തപുരത്തും ചന്ദ്രനെ കാണാനുള്ള സമയമുണ്ട്. അപ്പോൾ സൂര്യാസ്തമയത്തിനും ചന്ദ്രാസ്തമയത്തിനും ഇടയിലുള്ള സമയം അത് ദീർഘിക്കുന്ന സമയത്താണ് ഈ പിറവി കാണാനുള്ള സമയം കൂടുന്നത്. അത് വളരെ കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് മാസപ്പിറവി കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധാരണ കാപ്പാട് പോലെയുള്ള തീരപ്രദേശങ്ങളിൽ മാത്രമാണ് ഇത്, കൂടുതൽ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് കാണാറുള്ളത് എങ്കിൽ ഇന്നൊരു പക്ഷേ കേരളത്തിലുള്ള മിക്ക ആളുകൾക്കും സൂക്ഷ്മമായി ഇതിനെ നിരീക്ഷിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും ഒരുപക്ഷെ ഇന്ന് മാസപ്പിറവി കാണാനുള്ള സാധ്യതയുണ്ട്.